الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്നുകളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു അവധിക്കാലത്താണ് നമ്മളുള്ളത്. മക്കൾ സാധാരണ മദ്രസയിലും സ്കൂളിലുമൊക്കെയാണ് കൂടുതൽ സമയം ചിലവഴിക്കാറുള്ളത്. വീട്ടിൽ അധിക സമയം കിട്ടുന്ന ഒരു സമയവും കാലവുമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മക്കൾക്ക് വെറുതെ കളിക്കാൻ പഠിച്ച് 10 മാസം പഠിച്ച് 2 മാസം റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയമല്ല, മറിച്ച് ദീനിൻ്റെ കാര്യങ്ങൾ ശീലിക്കാനും സ്വഭാവം നന്നാക്കാനും ഈമാനെ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു കാലമായിട്ട് വേനൽക്കാലത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. അവധിക്കാലം അർത്ഥവത്താക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ രക്ഷിതാക്കളോടും മക്കളോടും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സമയത്തിൻ്റെ ഗൗരവം നമ്മൾ ആലോചിച്ച് നോക്കണം. ശരിക്ക് ഓടുന്ന ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് നമ്മുടെ ചെവിക്കടുത്ത് പിടിച്ചാൽ അതിനുണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ് തീരുന്നതിൻ്റെ ശബ്ദമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് സെക്കൻഡുകളുടെ വില മനസ്സിലാക്കുക. ഒരു 5 മിനിറ്റ് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നെങ്കിൽ ഈ രോഗിയെ രക്ഷിക്കാമായിരുന്നു എന്ന് പറയുമ്പോഴാണ് 5 മിനിറ്റിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. ഒരു ട്രെയിനിന് പോയി നമ്മളവിടെ എത്തി വണ്ടി സ്റ്റാൻഡിൽ നിർത്തുമ്പോൾ അവസാനത്തെ ബോഗിയും നമ്മളെ കാഴ്ചയിൽ നിന്ന് മറയുമ്പോഴാണ് ട്രെയിൻ പോയതിൻ്റെ ആ വേദന, ആ സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. സമയത്തിൻ്റെ വലിയ വിലയുണ്ട്. അത് ചില സമയങ്ങളിൽ നമുക്കത് മനസ്സിലാകും. പോരാ, സമയം ഓരോ സെക്കൻഡുകളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മക്കളുടേതായാലും നമ്മുടേതായാലും അത് ചോദ്യം ചെയ്യപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. യൗവനവും ഒഴിവ് സമയവും പണവും ചേർന്നാൽ, അല്ലെങ്കിൽ കൗമാരവും ഒഴിവ് സമയവും പണവും ചേർന്നാൽ മനുഷ്യനെ അത് വലിയ നാശത്തിലേക്ക് എത്തിക്കും. ഒരാൾക്ക് ഇഷ്ടം പോലെ പണവുമുണ്ട്, ഇഷ്ടം പോലെ ഒഴിവ് സമയവും ആരോഗ്യവും ഉണ്ടെങ്കിൽ അതാണ് അയാൾക്ക് ഏറ്റവും വിനയായ നിഅമത്തുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. അധിക മനുഷ്യന്മാരും വഞ്ചിതരാകുന്ന 2 അനുഗ്രഹങ്ങളുണ്ട്. അസ്സിഹ്ഖതു വൽ ഫറാഗ്, ഒഴിവ് സമയവും ആരോഗ്യവും. ഇതിൽ വഞ്ചിതരാകുന്ന ഒരു കാലമാണ് ഈ ഒരു ഒഴിവ് സമയത്തിൻ്റെ അവധിക്കാലത്തിൻ്റെ കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമയത്തെക്കുറിച്ച് വിചാരണയുണ്ട്. നീ
തിരക്കിലാകുന്നതിന് മുമ്പ് നിൻ്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, സമയത്തിന് വിലയുണ്ട് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും അത് മക്കളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. സമയത്തിൻ്റെ വില, സമയത്തിൻ്റെ മൂല്യം അത് വർദ്ധിക്കുന്നത് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മൂല്യം വർദ്ധിക്കും. ഒരു ദാനം ചെയ്യുമ്പോൾ, ഒന്ന് നമസ്കരിക്കുമ്പോൾ, ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, രാവിലെ ചൊല്ലേണ്ട അദ്കാർ ചൊല്ലുമ്പോൾ, വൈകുന്നേരം ചൊല്ലേണ്ട അദ്കാർ ചൊല്ലുമ്പോൾ, ഇതൊക്കെ മൂല്യവത്തായ ഒരു ഖുതുബ കേൾക്കുമ്പോൾ അതെല്ലാം മൂല്യവത്തായ ഒരു സമയമായി നാളെ പരലോകത്ത് കിതാബിൽ ഹസനാത്തായി, മീസാനിൽ ഖനമായി, സിറാത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കർമ്മമായി മാറുമെന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ദീനീ പഠനത്തിന് മുൻഗണന കൊടുക്കണം. സ്കൂൾ പഠനത്തിനിടയിൽ വിട്ടുപോയ ഒരു ഇസ്ലാമിക അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കാൻ സമയം ഉപയോഗിക്കണം. സ്കൂളിൽ തന്നെ മദ്രസയുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ മദ്രസയിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ടൊന്നും ലഭിക്കുകയില്ല, കാര്യമായിട്ടൊന്നും ലഭിക്കുകയില്ല. ആ 1 മണിക്കൂർ എടുക്കാൻ വരുന്ന ഉസ്താദ് ആ പാഠഭാഗത്തിൽ എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കാനുള്ള ഒരു സമയം പോലും ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി മദ്രസയിലൊന്നും പോകാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ദീന് പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. തൗഹീദും സുന്നത്തും ആഖിറത്തും റിസാലത്തുമൊക്കെ കുട്ടികൾക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കാൻ അതിന് പറ്റിയ ആളുകളെ നിയമിക്കുകയോ അല്ലെങ്കിൽ ബാപ്പയോ ഉമ്മയോ അത് ഏറ്റെടുക്കുകയോ ചെയ്യണം. നമസ്കാരത്തിൻ്റെ രീതികൾ കുട്ടികളുടേത് എങ്ങനെയാണ്, അവർ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണോ നമസ്കരിക്കുന്നത്? അവർ ഖുർആൻ പാരായണത്തിൻ്റെ അവരുടെ റേഞ്ച് എന്താണ്? അവർക്ക് ചെറിയ സൂറത്തുകൾ നോക്കി ഓതാൻ സാധിക്കുന്നുണ്ടോ? വലിയ സൂറത്തുകൾ ഓതാൻ കഴിയുന്നവരാണോ കുട്ടികൾ? എവിടെയാണ് കുറവ്? ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നുണ്ടോ? മലയാളം വായിക്കാൻ അറിയുന്നുണ്ടോ? മാത്സിൻ്റെ ഗുണനപ്പട്ടിക അറിയോ? എല്ലാം ശ്രദ്ധിക്കണം. ഈ ഒരു എന്തൊക്കെയാണോ സ്കൂൾ വിദ്യാഭ്യാസത്തിലും മതപരമായ വിദ്യാഭ്യാസത്തിലും കുറവുള്ളത് അത് നികത്താനുള്ള ഒരു കാലമായി ഈ ഒരു കാലത്ത് നമ്മൾ എടുക്കണമെന്നാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്. മയ്യുരിദില്ലാഹ ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ അറിവുള്ളവനാക്കും. ദീനിൽ ഒരാൾ അറിവുള്ളവനാവുക എന്നത് അള്ളാഹു അയാളെക്കുറിച്ച് നന്മ ഉദ്ദേശിക്കാൻ കാരണമായി മാറുമെന്നാണ് ആ ഹദീത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ദീനിൽ അവഗാഹമുള്ള മക്കളായി മാറാൻ, ദീനിൽ അവഗാഹമുള്ള രക്ഷിതാക്കളായി മാറാൻ സാധിക്കണം. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് മക്കൾ. എന്തിനാണ് മക്കളെ ഈ ലോകത്ത് നമുക്ക് തന്നത്? അവർ വലുതായി ഒരു 10 26 വയസ്സാകുമ്പോൾ 1 ലക്ഷം ശമ്പളം വാങ്ങി അതിൽ നിന്ന് ഒരു 40,000 ഉപ്പക്ക് കൊടുക്കാനാണോ? അല്ല. നല്ല മനുഷ്യരായി മക്കളെ വളർത്താൻ വേണ്ടി നമ്മുടെ കയ്യിലേക്ക് അമാനത്തായി, ഉത്തരവാദിത്തമായി, ഭാരിച്ച ഉത്തരവാദിത്തമായി തന്ന ഒരു സംവിധാനമാണ് മക്കളെന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ അഹ്ലുകാരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്താ നരകം? വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ല് കത്തിക്കപ്പെടാൻ, ഈ ലോകത്ത് കല്ല് കത്തിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ആ കല്ലും എളുപ്പം കത്തുന്ന മനുഷ്യനും വളരെ കഠിനമായ ചൂടിൽ മാത്രം കത്തുന്ന കല്ലും ഒപ്പം കത്തുന്ന സ്ഥലമാണ് നരകം. ആലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, വളരെ കഠിനരായ ശക്തന്മാരായ മലക്കുകൾ ഉണ്ടായിരിക്കും. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു കൽപ്പിച്ചതിൽ നിന്ന് അവരൊരിക്കലും പുറകോട്ട് പോവുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ കാവൽ നിൽക്കുന്ന മലക്കുകളുള്ള, അങ്ങനെ കത്തിക്കപ്പെടുന്ന, കല്ല് കത്തിക്കപ്പെടുന്ന, മനുഷ്യനെ കത്തിക്കപ്പെടുന്ന ആ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷിക്കുക എന്നുള്ള കർത്തവ്യമാണ് ഒരു രക്ഷിതാവിനെ ഏൽപ്പിച്ച ഏറ്റവും വലിയ കർത്തവ്യം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സലഫുകൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. വഖാല അലി ഇബ്നു അബീ ത്വൽഹത്ത് അനി ഇബ്നു അബ്ബാസ് ഖു അൻഫുസകും വഅഹ്ലീകും നാറ യഖൂലു അഅമലു ബിത്വാഅത്തില്ലാ, അല്ലാഹുവിനെ അനുസരിക്കുന്നത് അവരെ പഠിപ്പിക്കുക, അവർക്ക് അറിവ് നൽകുക അതിനെക്കുറിച്ച്. വത്തഖൂ മഅസില്ലാ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് സൂക്ഷിക്കാൻ അവരെ പഠിപ്പിക്കുക. വഅമറു അഹ്ലീകും ബിദ്ദിക്രി യുനജ്ജികുമുല്ലാഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള ഉത്ബോധനത്തെ അവർക്ക് കൽപ്പിച്ചു നൽകുകയും ചെയ്യുക. അതാണ് ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞാൽ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് അദ്ദിബൂഹും, അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക, വഅല്ലിമൂഹും, അവർക്ക് അറിവ് നൽകുകയും ചെയ്യുക.
അപ്പോൾ ദീനിയായി പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ രക്ഷിതാക്കളാണ്. അതിൻ്റെ ഏത് സംവിധാനത്തിൽ ചേർത്താലും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക നമ്മൾ പഠിപ്പിച്ചോ എന്നാണ്, നമ്മൾ മനസ്സിലാക്കി കൊടുത്തോ എന്നാണ്. ആ ചോദ്യത്തെ ഉത്തരം പറയാനുള്ള രൂപത്തിലേക്ക് വേനൽക്കാലത്ത് ഈ അവധി ഉപയുക്തമാക്കണം എന്നാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്. ഇനിയോ മര്യാദകളും സ്വഭാവ രൂപീകരണവും അഥവാ നല്ല മര്യാദകളാണ് ഏറ്റവും വലിയ സമ്മാനം. വലിയവരോടുള്ള ബഹുമാനം, ചെറിയവരോടുള്ള കാരുണ്യം, സംസാരത്തിലെ സത്യസന്ധത, ഇതൊക്കെ ശീലിപ്പിക്കണം. ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ നഹ്നു ഇലാ ഖലീലൻ മിനൽ അദബി അഹ്വജു മിന്നാ ഇലാ കസീറൻ മിനൽ ഇൽമ്. നമുക്ക് ഒരുപാട് അറിവുണ്ടാകുന്നതിനേക്കാൾ നല്ലത് ആവശ്യമായ സമയത്ത് മര്യാദ പാലിക്കാൻ പഠിപ്പിക്കലാണ്. ധാരാളം അറിവുള്ള ആൾ മര്യാദയില്ല, അയാൾക്ക് ആ ഇൽമു കൊണ്ടൊരു ഉപകാരവുമില്ല. എന്നാൽ കുറച്ചറിവ് മാത്രം, എന്നാൽ എല്ലായിടത്തും പാലിക്കേണ്ട മര്യാദകൾ അവനറിയാം. അതാണ് അവൻ്റെ ദീനിൻ്റെ അളവ്. ആ കൃത്യമായ അളവിലേക്ക്, ആ ഒരു അളവിലേക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. ഇനി മാതാപിതാക്കളുടെ സാമീപ്യം ഉണ്ടാകണം. മക്കളെ ട്യൂഷന് പറഞ്ഞയക്കുന്നു, ക്യാമ്പുകളിലേക്ക് പറഞ്ഞയക്കുന്നു, എന്നാൽ അവർക്കൊപ്പം ഇരിക്കുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല, അവരെ കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളോട് കാണിച്ച വാത്സല്യം നാം ഓർക്കണം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ തോളിലേറ്റി കളിപ്പിച്ചും ആന കളിപ്പിച്ചും അതേപോലെ നമസ്കാരത്തിൻ്റെ സമയത്ത് അവരെ എടുത്തും ഖുത്ബ പറയുമ്പോൾ ഇറങ്ങിച്ചെന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ എടുത്തു പറഞ്ഞതാണ്, ഈ അംവാലും ഔലാദും നിങ്ങൾക്ക് ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് എങ്ങനെ പെരുമാറി എന്നത് നമ്മൾ പഠിക്കുകയും പകർത്തുകയും വേണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് സലാം പറയുമായിരുന്നു. കുട്ടികളോട് കർക്കശമായി പെരുമാറുന്നത് പകരം അവരോട് വാത്സല്യം കാണിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന കാര്യം ഇതാണ്. തോക്കെടുത്തു കൽപ്പിക്കുന്ന രൂപമാണ്, അല്ലെങ്കിൽ നാക്കെടുത്ത് ശപിക്കുന്ന രൂപമാണ് അധികവും വീട്ടിലുണ്ടാകുന്നത്. മക്കളെ നന്നാക്കുക എന്നത് ശബ്ദമിടലല്ല, മക്കളെ നന്നാക്കുക എന്നത് അവരെ വെറുപ്പിക്കലല്ല, മറിച്ച് സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി മക്കളോട് എന്തു പറഞ്ഞാൽ, എങ്ങനെയാണ് മൂത്ത കുട്ടിയോട് പറഞ്ഞാൽ, ഏത് ശൈലിയിൽ പറഞ്ഞാലാണ് അവൻ അനുസരിക്കുക എന്ന് ഉമ്മക്കറിയണം, വാപ്പക്കറിയണം. രണ്ടാമത്തെ കുട്ടിയോട് എങ്ങനെ പറയണം, പെൺകുട്ടിയോട് എങ്ങനെ പറയണം, ആൺകുട്ടിയോട് എങ്ങനെ പറയണം, ഇത് പഠിക്കാത്ത ഒരു രക്ഷിതാവിൻ്റെ മുഴുവൻ മക്കളും അനുസരണക്കേടിൻ്റെ മൂർത്തിഭാവങ്ങളായിട്ട് മാറും. അതാണ് ഉണ്ടാവുക. അതിൽ നിന്ന് മാറി നമ്മളെ ഒരാൾ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശൈലി ശരിയല്ലെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിതാക്കൾ അനുസരിക്കാത്ത ഒരു കുട്ടിയും ഈ ലോകത്തു നിന്നും പരലോകത്തു നിന്നും രക്ഷപ്പെടുകയില്ല. കുട്ടികളോടാണ് പറയുന്നത്, അനുസരണക്കേടുണ്ടോ നിങ്ങൾക്കതിൻ്റെ ദുരന്തഫലം നിങ്ങൾ വലുതായാൽ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും. മക്കൾ അനുസരിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് രക്ഷിതാക്കൾ ഇത് പറയുന്നത്? നമ്മളെക്കുറിച്ചുള്ള ദീർഘമായ കാഴ്ചപ്പാട് ഉമ്മക്കുണ്ട്, ഉപ്പക്കുണ്ട്. അവർ 24 മണിക്കൂറും നമ്മളെക്കുറിച്ച് ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ് എന്നൊരു ചിന്തയുണ്ടായി. അവർ പറയുന്നത് അതേപോലെ അനുസരിക്കാൻ, അവർ പറയുന്ന മുഴുവൻ നന്മകളും അതേപോലെ അനുസരിക്കാൻ മക്കൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് ദുരന്തമായി വരുമെന്ന് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഉപദേശകരായി മാറാൻ പാടില്ല രക്ഷിതാക്കൾ, മറിച്ച് അവരുടെ കൂട്ടുകാരായി അവരുടെ ഒപ്പം നിന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഉപദേശകർ മാത്രമായി മാറുന്നുണ്ടോ രക്ഷിതാക്കൾ എന്ന് പരിശോധിക്കണം. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരുമ്പോൾ എനിക്ക് പറ്റില്ലെന്ന് പറയുന്ന ധിക്കാരത്തിൻ്റെ വാചകങ്ങൾ പറയുന്ന മക്കളാകാതിരിക്കാൻ മക്കളും ശ്രദ്ധിക്കണം. ഖുർആൻ നിരന്തരം പാരായണം ചെയ്യണം. നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണമാണത്. കുട്ടികളോടാണ് പറയുന്നത്, രക്ഷിതാക്കളോടാണ് പറയുന്നത്. വീട്ടിൽ ഖുർആനുണ്ടോ അവിടെ ഇബ്ലീസ് ഉണ്ടാവില്ല, വീട്ടിൽ ഖുർആനുണ്ടോ അവിടെ ശൈത്താൻ ഉണ്ടാവില്ല, വീട്ടിൽ ഖുർആനുണ്ടോ അവിടെ ഭിന്നതയുണ്ടാവുകയില്ല, വീട്ടിൽ ഖുർആനുണ്ടോ സമാധാനം ആ വീട്ടിലേക്ക് ഇറങ്ങി ഒഴുകി വരും. അള്ളാഹുവിനെ കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ഓർമ്മ
മനുഷ്യന് വലിയ സമാധാനമുണ്ടാക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ ഒരാൾക്കും ഒരു സമാധാനവും ലഭിക്കുകയില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള സമാധാനം കുറഞ്ഞു പോവുകയും മൊബൈലിനെ കുറിച്ചുള്ള ചിന്ത കൂടിപ്പോവുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കുറഞ്ഞു പോവുകയും ചെയ്യുന്ന വീട്ടിൽ തീക്കനൽ പോലെ അസമാധാനം വന്നു ചേരുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മൊബൈലൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കുക. ഒരു പിതാവിൽ നിന്നും ഒരു കളവ് കുട്ടി കേൾക്കാൻ പാടില്ല. ഒരു മാതാവിൽ നിന്നും ഒരു കളവ് കുട്ടി കേൾക്കാൻ പാടില്ല. കാരണം അവരോട് സംസാരിക്കുകയാണെങ്കിൽ കളവ് പറഞ്ഞാൽ അവരും അത് ആവർത്തിക്കും. അവരോട് ചെയ്ത വാഗ്ദാനം പാലിച്ചിട്ടില്ലെങ്കിൽ അവരും വാഗ്ദാനം ലംഘിക്കുന്നവരായി മാറും. ചിന്തിക്കണം. ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ സന്താനത്തെ മര്യാദ പഠിപ്പിക്കുന്നവരോട് പറഞ്ഞു, സന്താനത്തിൻ്റെ പദപ സംസ്കരണം നീ സ്വന്തത്തെ നന്നാക്കുന്നതിലാണ്, രക്ഷിതാക്കൾ നന്നാകാതെ കുട്ടികൾ നന്നാവുകയില്ല എന്ന ഒരു തത്വം ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ റഹ്മത്തുള്ളാഹി പറയുകയാണ്. നിശ്ചയം അവരുടെ നയനങ്ങൾ, അവരുടെ കണ്ണുകൾ നിങ്ങൾക്കുമേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ അടുക്കൽ നന്മ നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നന്മയായി വ്യാഖ്യാനിക്കപ്പെടും. നിങ്ങൾ എന്താണോ ഉപേക്ഷിക്കുന്നത് അത് തിന്മയായി വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യാത്ത നന്മ അവർ തിന്മയായി കണക്കുകൂട്ടും, നമ്മൾ ചെയ്യുന്ന തിന്മ അവർ നന്മയായി കണക്കുകൂട്ടും. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി കുട്ടികളുടെ ഇടയിൽ ജാഗ്രതയോടുകൂടി പെരുമാറാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയുടെ അപകടങ്ങൾ വളരെ വലുതാണ്. മൊബൈൽ ഉപയോഗിക്കാം, എന്തിന്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്തിനാണ് മൊബൈൽ എടുക്കുന്നത്? എന്താണ് അതിൻ്റെ പർപ്പസ്? അതുകൊണ്ട് കുട്ടിക്ക് എന്താണ് ഉപകാരം? രക്ഷിതാവ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഉപകാരം? എന്തിനാണ് എടുക്കുന്നത്? അതുകൊണ്ടുള്ള ഉപകാരം എന്ത്? എവിടെ വെച്ചാണ് എടുക്കുന്നത്? എവിടെയാണ് ഇരിക്കുന്നത്? റൂമിൽ അടച്ചു പൂട്ടിയിട്ടാണോ? കട്ടിലിൻ്റെ മൂലക്കലാണോ? ആലോചിക്കണം, ചിന്തിക്കണം. പരസ്യമായി മാത്രമേ കുട്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഗെയിം അഡിക്ഷൻ ഉണ്ടോ? യൂട്യൂബിലെ പ്രത്യേക വ്ളോഗുകൾ അല്ലെങ്കിൽ അതിൻ്റെ ചാനലുകൾ മാത്രം കാണുന്ന കുട്ടികളാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അവരെ പറഞ്ഞു തിരുത്താൻ സാധിക്കണം. അതിനെ അവരോട് ചൂടായി സംസാരിക്കുകയല്ല, മറിച്ച് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. ലൈംഗിക അരാജകത്വങ്ങളും അശ്ലീലതയും ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. കൂട്ടുകാരോടൊപ്പം കുട്ടികൾ പോകുന്നു, അത് വിശ്വസ്തരായ കൂട്ടുകാരാണോ എന്ന് ശ്രദ്ധിക്കണം. അവർ വിശ്വസ്തരാണെങ്കിൽ അവർ നമ്മെ ചുറ്റുപറ്റി നിൽക്കണം. നമ്മുടെ വീട്ടിൽ നിന്നും കുട്ടികൾ വേറെയുള്ളിടത്തേക്ക് കളിക്കാൻ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഇവിടേക്കും വരണം. നമ്മുടെ കൺവട്ടത്തിൽ കുട്ടികൾ ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് കൊണ്ടുവരേണ്ടത് ഭീഷണിപ്പെടുത്തിയല്ല, മറിച്ച് അവരോട് ചർച്ച ചെയ്ത് അവർ പറയുന്നത് കേട്ട് എന്താണോ പ്രശ്നം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. അവരെ വിശ്വസിക്കണം. എന്നാൽ കാര്യങ്ങളിൽ ജാഗ്രത നിലനിർത്തുകയും വേണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് വലിയ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഒഴിവ് സമയമുണ്ടായിട്ടും ഇഹലോകത്തിനോ പരലോകത്തിനോ യാതൊന്നും പ്രവർത്തിക്കാത്തവനോട് ഞാൻ കഠിനമായ കോപമുള്ളവനാകുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എങ്ങനെയാണ്? ഒരാൾക്ക് ഒഴിവ് സമയം കിട്ടി, ഒരു ദിവസം കിട്ടി, അയാൾ ഇഹലോകത്തിനു വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല, പരലോകത്തിന് വേണ്ടിയും ഒന്നും പ്രവർത്തിച്ചില്ല. അയാളോട് എനിക്ക് കടുത്ത ദേഷ്യമാണ്, കോപമാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇന്ന് നാളെ ഈ കുട്ടികൾ ഇഹലോകത്തിന് വേണ്ടി എന്തു പ്രവർത്തിച്ചു ഇന്നലെ? പരലോകത്തിനു വേണ്ടി എന്ത് പ്രവർത്തിച്ചു ഇന്നലെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ മാത്രമേ ആ സഹാബിയുടെ കഠിന കോപത്തിന് ഇരയാവാതിരിക്കാൻ, അല്ലെങ്കിൽ സലഫുകളുടെ കഠിന കോപത്തിന് ഇരയാകാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികൾ സമയം ഉപയോഗപ്പെടുത്തണം, ഉപകാരമുള്ളതാക്കണം എന്ന് നമ്മൾ ആലോചിക്കണം. ഷെഡ്യൂൾ ഉണ്ടാക്കണം കുട്ടികൾക്ക്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം ഖുർആൻ പാരായണം ചെയ്ത് രാവിലത്തെ അദ്കാർ ചൊല്ലി അങ്ങനെ പത്രം വായിച്ച് അവർക്കുള്ള അവരുടെ പഴയ പുസ്തകമെടുത്തൊന്ന് മറിച്ചു നോക്കി ഇംഗ്ലീഷിൽ
ഇംഗ്ലീഷിൽ വേണ്ടത്ര അറിവില്ലാത്തവൻ അത് ശ്രദ്ധിച്ച്, ഹിന്ദി വായിക്കാൻ അറിയാത്തവൻ അത് ശ്രദ്ധിച്ച്, മാത്സിൽ ടപ്പുള്ളവൻ അത് ശ്രദ്ധിച്ച്, അതേപോലെ ഖുർആൻ തപ്പിത്തടഞ്ഞോതുന്നവൻ അത് ശ്രദ്ധിച്ച്, അറബി വായിക്കാൻ അറിയാത്തവൻ അത് ശ്രദ്ധിക്കാനുള്ള 1 മണിക്കൂർ സമയം, വേനൽക്കാലത്ത് 1 മണിക്കൂർ സമയം നമ്മുടെ കഴിഞ്ഞ പഠനത്തിൻ്റെ പുരോഗതി, കുട്ടികളുടെ കഴിഞ്ഞ പഠനത്തിൻ്റെ പുരോഗതി വിലയിരുത്തി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പുരോഗതിയിലേക്ക് 1 മണിക്കൂർ കൊടുത്താൽ ഏകദേശം 25 മണിക്കൂർ അവർക്ക് ആ വിഷയത്തിലേക്ക് മാറ്റിവെക്കാൻ, 25 ദിവസമെങ്കിലും ചുരുങ്ങിയത് മാറ്റിവെക്കാൻ സാധിക്കും. 40 ദിവസമോ 50 ദിവസമോ വേണമെങ്കിൽ മാറ്റിവെക്കാൻ സാധിക്കും. അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് അടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവൻ അതിൻ്റേതനുസരിച്ച് പഠന നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കണം. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. എല്ലാവരും ഭരണാധികാരികളാണ്. ഉമ്മ ഭരണാധികാരിയാണ് വീട്ടിലെ, ഉപ്പ ഭരണാധികാരിയാണ് വീട്ടിലെ. അവർ രണ്ടുപേരും ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആരാധനകൾക്ക് പ്രോത്സാഹനം നൽകണം, ചാർട്ട് രൂപീകരിക്കണം. 5 നേരത്തെ നമസ്കാരം, നമസ്കരിച്ചാൽ 5 പോയിന്റ്, പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ 10 പോയിന്റ്, അവസാനം ഏറ്റവും കൂടുതൽ പോയിന്റ് നൽകിയവന് വലിയ സമ്മാനം, അതിൻ്റെ താഴെ പോയിന്റ് നൽകിയവന് ചെറിയ സമ്മാനം എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. പ്രോത്സാഹനം അത് ഏത് നന്മയിലേക്കും നമുക്ക് പറ്റും. പള്ളിയിലേക്ക് അവർ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, ജമാഅത്തുകളിലേക്ക് അവരെ കൂട്ടണം. 7 വയസ്സായാൽ അവൻ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ശീലം അവൻ ഉണ്ടാക്കണം. 10 വയസ്സായിട്ടും നമസ്കരിക്കാത്തവൻ്റെ അടി കൊടുക്കണം. അതിനെന്തു ചെയ്യണം? 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 3 വർഷം 365 ദിവസം വീതം 5 നേരം 5475 പ്രാവശ്യം നമസ്കാരം ഓർമ്മിപ്പിച്ച രക്ഷിതാവിനാണ് 10 വയസ്സായാൽ അടിക്കാനുള്ള അധികാരമുള്ളത്. അതുകൊണ്ട് നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം, അവിടെ ഉളുവിനെ ശ്രദ്ധിക്കണം. അവരുടെ നമസ്കാരത്തിൽ അവർ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ നല്ല നിലക്ക് കുറ്റം പറയാതെ, വിമർശിക്കാതെ അത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് അത്തഹിയ്യാത്ത് അറിയില്ലെങ്കിൽ, ഇടയിലിരുത്തത്തിലെ പ്രാർത്ഥന അറിയില്ലെങ്കിൽ, അവർക്ക് പ്രാരംഭ പ്രാർത്ഥന അറിയില്ലെങ്കിൽ, സൂറത്ത് ഓതാൻ അറിയില്ലെങ്കിൽ, ആ ഒരു കാര്യം കൂടി പഠിക്കുന്ന രൂപത്തിലേക്ക് കുട്ടികളെ എത്തിച്ചേർക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുക. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഒന്നാകെ നന്നാക്കുക. 100% കുട്ടി ഞാൻ ഉദ്ദേശിച്ച റേഞ്ചിലേക്ക് എത്തുക എന്നതിലേക്ക് എത്തണമെങ്കിൽ പതുക്കെ സ്റ്റെപ്പ് വെച്ച് നീങ്ങണമെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. എന്താണോ രക്ഷിതാക്കൾ കൽപ്പിക്കുന്നത് അത് അതേ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള മാനസിക വിശാലത കുട്ടികളും കാണിക്കണം. മൊബൈൽ എടുക്കുമ്പോൾ മാക്സിമം 1 മണിക്കൂർ, അത് രാവിലെ 20 മിനിറ്റ്, വൈകുന്നേരം 20 മിനിറ്റ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് ഒരു 10 മിനിറ്റ് എന്നൊക്കെ ഷെഡ്യൂൾ വെക്കാൻ സാധിക്കണം. അങ്ങനെ മാത്രം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ആ ഷെഡ്യൂൾ പാലിച്ചാൽ സമ്മാനം ലഭിക്കുമെന്ന് പറയുകയും അവരെ മൊബൈലിൽ നിന്നും പിന്തിരിപ്പിക്കുകയും വേണം. 14 വയസ്സിൻ്റെ കീഴെയുള്ള ഏത് കുട്ടി മൊബൈൽ കണ്ടാലും 14 വയസ്സ് കഴിഞ്ഞാൽ അവൻ അതിൻ്റെ മാനസിക പ്രശ്നങ്ങൾ നിർബന്ധമായും അനുഭവിച്ചേ തീരൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. 2030 ആകുമ്പോഴേക്ക് ധാരാളം മാനസിക രോഗികളും ധാരാളം മാനസിക രോഗത്തിൻ്റെ ക്ലിനിക്കുകളും വരുന്ന ഒരു കേരളത്തിലേക്കാണ് ഈ മൊബൈൽ കൊണ്ട് നമ്മൾ എത്താൻ പോകുന്നത് എന്ന ഒരു ചിന്ത നമ്മിലേക്ക് വേണം. ആ കുട്ടികളല്ലേ, അടങ്ങിയിരിക്കുകയല്ലേ? അങ്ങനെയല്ല. കാലിളകണം, കൈയിളകണം, പന്ത് കളിക്കണം, അതേപോലെ സമയത്ത് കുളിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ അവരുടെ ആരോഗ്യത്തിന് അതിനനുസരിച്ച് മെച്ചം വരികയുള്ളൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല മക്കളോട് എന്തൊക്കെ ബാധ്യതകളാണോ നമുക്ക് നിർവഹിക്കാനുള്ളത് അതെല്ലാം രക്ഷിതാക്കൾക്ക് നിർവഹിക്കാനും രക്ഷിതാക്കളെ അനുസരിച്ച് ജീവിക്കാൻ മക്കൾക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രക്ഷിതാക്കൾ ധാരാളമായി കുട്ടികളെ ഉപദേശിക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു ക്രമമില്ല.
ഏത് സമയത്ത് എന്തു പറയണം എന്നില്ല ഒരു ധാരണയുമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും കണ്ടാൽ അതിലൂടെ കയറി പിടിച്ചങ്ങനെ മുന്നോട്ട് പോയി അവരെ അങ്ങനെ ഹരാസ് ചെയ്യുക എന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ആർക്കെങ്കിലും ഒരു ഖുർആൻ്റെ പരിഭാഷ വായിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്കൊരു ഹദീസിൻ്റെ ഗ്രന്ഥം വായിക്കാൻ കഴിയുമെങ്കിൽ മഗ്‌രിബിന് ശേഷം ഒരു അരമണിക്കൂർ, ആകെ അരമണിക്കൂർ 10 മിനിറ്റ് ദീനിൻ്റെ എന്തെങ്കിലും കാര്യം ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അറിയുന്നത് സംസാരിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ അവലോകനം ചെയ്യുക. എന്നിട്ട് നാളത്തെ ഒരു ദിവസത്തെക്കുറിച്ച് പ്ലാനിങ് അവതരിപ്പിക്കുക. നാളെ ചെറിയ കുട്ടിയായ ഇയാൾ ഇന്നത് ചെയ്യണം, മൂത്ത കുട്ടിയായ പെൺകുട്ടി ഇന്നത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കാനും ആ നിർദ്ദേശങ്ങൾ പാലിച്ചു മുന്നോട്ട് പോയ കുട്ടികളെ ആ ഇരുത്തത്തിൽ പ്രോത്സാഹിപ്പിക്കാനും ഉമ്മക്കോ ഉപ്പക്കോ സാധിക്കണം. അങ്ങനെ ഒന്ന് കൂടിയിരുത്തി ഏത് പാർട്ടിയായാലും ഏത് വിഭാഗമായാലും അവർ യോഗം ചേരുന്നില്ല, കൂടിയാലോചനയില്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അതേപോലെ തന്നെ കുടുംബ സംവിധാനം എന്ന് പറയുന്നത് ഒരു ടീമാണ്. ആ ടീമിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇരുന്ന് നൽകിയിട്ടില്ലെങ്കിൽ, ഒരു കൂടിയാലോചനയില്ലെങ്കിൽ ആ കുടുംബം ഒരു കുത്തഴിഞ്ഞ കുടുംബമായി മാറും. ഉമ്മയിൽ നിന്ന് മക്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് കുട്ടികൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റണം. ഉപ്പയിൽ നിന്ന് മക്കൾക്ക് വേണ്ടത് കുട്ടികൾക്ക് ചോദിക്കാൻ പറ്റണം. കുട്ടികളിൽ നിന്ന് ഉമ്മക്കും ഉപ്പക്കും എന്താണ് ആവശ്യമെന്ന് പറയാനുള്ള വേദികളില്ലാത്തതാണ് പ്രശ്നം. രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു, തോന്നുമ്പോൾ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഉപദേശിക്കുന്നില്ല, നാളെ മുതൽ മൊബൈൽ എടുക്കാൻ പറ്റില്ല എന്ന് നിർദ്ദേശിക്കുകയും പിറ്റേ ദിവസം മുഴുവൻ മൊബൈലിൽ കളിച്ചാലും ഒന്നും സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഉമ്മ ഓരോ സമയത്ത് ഓരോന്ന് പറയും. എന്നിട്ട് അത് ഉമ്മ തന്നെ വിടും. അപ്പം പിന്നെ പ്രശ്നമില്ല, ആ പറയുന്ന സമയത്ത് സഹിച്ചാൽ മതി എന്നാണ് കുട്ടികൾ വിചാരിക്കുന്നത്. അതിനൊരു ക്രമം വെച്ച്, അതിനൊരു ഷെഡ്യൂൾ വെച്ച്, ആ ഷെഡ്യൂൾ ഒരു 5 കാര്യങ്ങൾ മാത്രമുള്ള ഒരൊറ്റ കടലാസിലെ ഷെഡ്യൂൾ മാത്രം കുട്ടികൾക്ക് മതി. ആ 5 കാര്യങ്ങൾ തന്നെ അവർ ചെയ്താൽ സ്കൂളിലെ പഠനം, അതേപോലെ ദീനീ പഠനം, സമയത്ത് കുളിക്കുക, സമയത്ത് കളിക്കുക, സമയത്ത് നിസ്കരിക്കുക, ഈ 5 കാര്യങ്ങൾ കൃത്യമായി വേനലിൽ ചെയ്താൽ തന്നെ കുട്ടികൾക്ക് ധാരാളം പുരോഗതി ഉണ്ടാകും. അങ്ങനെ ഒരു രൂപമുണ്ടാക്കി മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതിനുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. ദിവസവും ഇരുന്നിട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ആഴ്ചയെ ഒന്ന് അവലോകനം ചെയ്യാനിരിക്കുക എന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പറ്റുമെങ്കിൽ ആ രൂപത്തിൽ ചെയ്ത് മുന്നോട്ട് പോകണം. എന്നാൽ കുട്ടികളെ ദീനീപരമായി ഉപദേശിക്കാനും, അവരുടെ സ്കൂളിൻ്റെ കാര്യം ശ്രദ്ധിക്കാനും, അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാനും, അവർ എത്ര ആൾ വെള്ളം കുടിക്കുന്നുണ്ട്, ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. നഖം വെട്ടുന്നുണ്ടോ, അവിടെ ശീലങ്ങൾ അതേപോലെ പാലിക്കുന്നുണ്ടോ, രാവിലെ മദ്രസില്ല, സ്കൂളുമില്ല, 12 മണിക്കാണ് കുട്ടി നീച്ചത്, അപ്പോൾ ധാരാളം ഉറക്കം കിട്ടിയെന്ന് സന്തോഷിക്കുകയല്ല, സുബഹി നഷ്ടപ്പെട്ടുവെന്ന് ദുഃഖിക്കാൻ നമുക്ക് സാധിക്കണം. ളുഹറെ ജമാഅത്തിന് പോകാതെ ഇരുന്നല്ലോ എന്ന് ദുഃഖിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് രക്ഷിതാവിൻ്റെ യഥാർത്ഥ കടമ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മളെയും നമ്മുടെ മക്കളെയും ഈമാനോടുകൂടി ജീവിക്കാനും ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാനും ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആ ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد.